ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കിങ് ഓഫ് ലെവൽസ്. ഇപ്പം നമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് ആണ്. ഇൻഡെക്സ് ഓപ്ഷൻ ബൈ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അതൊരു ലോസ് മേക്കിംഗ് ബിസിനസ് അല്ലേ, ആ ഒരു മേഖലയോട് പോയിട്ടുണ്ടെങ്കിൽ ആരാ രക്ഷപ്പെടുന്നത് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ ഇതിന്റെ ഒരു പൊട്ടൻഷ്യലിനെ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. അതായത് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് മൂവ് ചെയ്യണത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് മൂവ് ചെയ്യും. അത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്. അത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനത്തിന് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു കോഷ്യസ് ആയിട്ടും പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്തും പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നമുക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഒരു ട്രേഡിംഗ് കരിയറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, അത്തരം കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ കൊറോണ ടൈമിൽ ഈ ഒരു ടൈമിലാണ് പല ആൾക്കാരും ഈ ഒരു മേഖലയിലോട്ട് വന്നത്. ആ ഒരു ടൈമിൽ തന്നെയാണ് കേരളത്തിൽ ഇത്രയധികം ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ അവരൊക്കെ പറഞ്ഞത് വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. ഒരു കോൾ മേടിക്കുക, മാർക്കറ്റ് മുകളിലോട്ടാണ് പോകണം നിങ്ങളുടെ വ്യൂ എങ്കിൽ ഒരു കോൾ മേടിക്കുക, അല്ല മാർക്കറ്റ് താഴോട്ടാണ് വീണത് നിങ്ങളുടെ വ്യൂ എങ്കിൽ ഒരു പുട്ട് മേടിക്കുക. പറഞ്ഞ ആൾക്കാർ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണല്ലോ. പക്ഷെ അതിന്റെ പുറയിലുള്ള വളരെ വലിയൊരു ചതി അത് പല ആൾക്കാരും പറയാറില്ല. പലപ്പോഴും പല ആൾക്കാരുടെയും ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാറുണ്ട്. കാരണം ഇതിന്റെ മൊമെന്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100-200 പോയിന്റ് ഒക്കെയാണ് ഒറ്റയടിക്കാൻ മൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പെർസെന്റേജസ് പറയുകയാണെങ്കിൽ ഒരൊറ്റ ക്യാൻഡിലൊക്കെ ചിലപ്പോൾ 35-50%, ചിലപ്പോൾ 100% ഒക്കെ ഒരു മൊമെന്റം വന്നിരിക്കും. അങ്ങനെയുള്ള ഒരു സാധനത്തിന് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞ ഒരാൾക്കാരെ നമുക്ക് ഈ ഒരു മേഖലയോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് ഉണ്ട്. അതെപ്പോഴും കീപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ ഏതൊരു സാധാരണക്കാരനും പ്രോപ്പറായിട്ട് നമുക്ക് മാന്യമായ റിട്ടേൺ ഡെയിലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ്. ഇത് കാണുന്ന ഒരു ബിഗിനർക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻസിനെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഒരു വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് 24,480 നിൽക്കുന്നതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വീഴുമെന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 24,500 ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അത്രേ ഉള്ളൂ. 24,480 മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മുടെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് വീഴുമെന്നാണ്. അപ്പൊ നമ്മൾ 24,500 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അത്രേ ഉള്ളൂ. അതിന് പകരം മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് 24,563 വെച്ചു. അവിടെ നമ്മുടെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് കയറുമെന്നാണ്. അപ്പൊ നമുക്ക് 24,450 കോൾ ഓപ്ഷൻ മേടിക്കുക. മാർക്കറ്റ് താഴോട്ടാണ് വീഴണമെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകണമെങ്കിൽ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. അത്രേ സിമ്പിൾ ആണ് ഓപ്ഷൻസ്. അതല്ലാതെ സെല്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറെ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മുടെ വ്യൂ നേരെ താഴോട്ടാണെങ്കിൽ പുട്ട് ബൈ ചെയ്യുക, നമ്മുടെ വ്യൂ മുകളിലോട്ടാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. അതല്ലാതെ കുറെ അധികം കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഓപ്ഷൻ ബൈയിങ്ങിൽ ഇല്ല. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഓപ്ഷൻസിൽ എങ്ങനെയാണ് പല ആൾക്കാരും അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഫുൾ വാഷ് ഔട്ട് ആക്കണത്, അല്ലെ ലോസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കണത്. അത്തരം കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് നോക്കാം. ലോസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നമ്മൾ ട്രേഡിങ്ങിനോട് ചെയ്യണ ഏറ്റവും വലിയ ഒരു അപരാധമാണ്. കാരണം നമ്മൾ ഒരു ട്രേഡിലോട്ട് എൻ്റർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആദ്യം വേണ്ടത് നമ്മുടെ റിസ്ക് ആണ്. ആ ഒരു റിസ്ക് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയേക്കാം. നമ്മളിപ്പോൾ ട്രേഡ് എടുത്ത് ഇപ്പൊ നമ്മൾ ഒരു 24,500 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് നമ്മുടെ വ്യൂ മുകളിലോട്ടാണ്. അപ്പൊ നമ്മൾ 24,500 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് എന്റെ ഒരു സ്റ്റോപ്പ് ഇപ്പൊ ഒരു 75 ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഒരു 6,500 രൂപ നമുക്ക് കൂട്ടിക്കും. ഒരു ലോട്ടേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ 75 ക്വാണ്ടിറ്റി ആണ് നിഫ്റ്റിന്റെ ഒരു മിനിമം ലോട്ട് സൈസ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ബൈ ചെയ്തിട്ട് ഒരു 6,500 രൂപ ആ റേഞ്ച് ഒരു ബൈ ചെയ്യാന്ന് വെച്ചോ. പലപ്പോഴും എത്രയാണ് നമ്മൾ കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പോലും പല ആൾക്കാർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് പല ആൾക്കാരും ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഫുള്ള് റിസ്ക് എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഒരു 6,000 ഇൻവെസ്റ്റ് ചെയ്താൽ 3,000 രൂപ റിസ്ക് എടുക്കാറുണ്ട്. പല ആൾക്കാരും റിസ്ക് മാനേജ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ആവുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് അതിന്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് അറിഞ്ഞിരിക്കണം. റിവാർഡ് മാർക്കറ്റ് തന്നോളും. അതിനെ കുറിച്ച് നിങ്ങൾ ബോധറാവേണ്ട കാര്യമേ ഇല്ല. ചിലപ്പോൾ 10 രൂപ തരും, ചിലപ്പോൾ 30 രൂപ വരും, ചിലപ്പോൾ 50 രൂപ വരും, ചിലപ്പോൾ 100 രൂപ വരും, ചിലപ്പോൾ 1000 രൂപ വരും. അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ദ മാർക്കറ്റ്. പക്ഷെ നമ്മുടെ റിസ്ക് അത് നമ്മുടെ കയ്യിലാണ്. അതെപ്പോഴും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങളും ഈ പറഞ്ഞ പോലെ ഇൻഡെക്സ് ഓപ്ഷൻ ബൈങ്ങിൽ വളരെ ലോസ് വരുത്തി ക്യാപിറ്റൽ ഫുൾ വാഷ് ഔട്ട് ആക്കിയിട്ട് ഈ ഒരു മേഖല ലോസ് മേക്കിംഗ് മേഖലയാണ്, ഇത് തട്ടിപ്പാണെന്നൊക്കെ നിങ്ങളും പറയാം. അങ്ങനെ പറയാതിരിക്കുക. പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്താൽ നല്ല രീതിയിൽ വിജയിക്കാൻ തീർച്ചയായും സാധിക്കും. അടുത്തതായിട്ട് ഇനി എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ആ റിസ്ക് മാനേജ് ചെയ്യണം കൂടി ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യണ ആ ഒരു റിസ്ക് മാനേജ്മെന്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ട്രേഡിലോട്ട് എൻ്റർ ആണക്കാട്ടി മുമ്പ് തന്നെ എന്റെ റിസ്ക് പ്രീ പ്ലാൻഡ് ആണ്. മാക്സിമം 6 to 10 പോയിന്റ് ഞാൻ ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാറുള്ളൂ.
അതായത് പറയുകയാണെങ്കിൽ മാക്സിമം 450 to 750 രൂപ പെർ ലോട്ട് നിഫ്റ്റി. നമ്മൾ നിഫ്റ്റി മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ ചില സമയത്ത് ട്രേഡ് ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവേ നമ്മൾ നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യണം. അപ്പൊ മനസ്സിലാക്കിയേക്കാം, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഒരു റിസ്ക് ആദ്യമേ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ എടുത്തേക്കാം. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് എൻ്റർ ചെയ്യാനേക്കാട്ടും മുമ്പ് തന്നെ നമ്മൾ ചിന്തിക്കും, ഈ ഒരു ട്രേഡിൽ നമ്മൾ എൻ്റർ ആയിട്ട് നമുക്ക് റിസ്ക് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പേഴ്സണൽ ഡിസ്റ്റൻസ് ഇത്രയും രൂപയുണ്ട്, 10 രൂപയുടെ മേളിലാണ്. നമ്മളെ ട്രേഡിലോട്ട് എൻ്റർ ആവണോ, എൻ്റർ ആണെങ്കിൽ നമ്മുടെ പൊസിഷൻ സൈസിങ് എങ്ങനെ ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആയെന്നും പറഞ്ഞ് മാർക്കറ്റിലോട്ട് ചാടി കയറി വലിയ ലോസുകൾ വരുത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് ഏതൊരാളും ശ്രദ്ധിക്കുക, ഒരു ട്രേഡിലോട്ട് എൻ്റർ ആണേക്കാട്ടും മുമ്പ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയേക്കേണ്ട നമ്മുടെ റിസ്ക് ആണ്. ആ ഒരു റിസ്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഒരു റിസ്ക് റിവാർഡിന്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ മാത്രം ആ ഒരു ട്രേഡ് എടുക്കുക. അതല്ലാതെ എത്ര വലിയ റിവാർഡ് മാർക്കറ്റ് തരുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ശീലം നമ്മുടെ ആ ഒരു ട്രേഡിംഗ് കരിയറിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ഒരു ലോങ് റണ്ണിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് മാത്രം പ്രോഫിറ്റ് എടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവണ കൺസെപ്റ്റ്, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് എടുക്കും, പിന്നെ വലിയ ലോസുകൾ വരുത്തിയിട്ട് അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആക്കിയിട്ട് ട്രേഡിങ്ങിനോട് ബൈ പറഞ്ഞു പോണ പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇതിനെ പ്രോപ്പർ ബിസിനസ് ആയിട്ട് എടുക്കണേണ് നമുക്ക് നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നേ, പ്രോഫിറ്റ് ഒരു സംശയവും വേണ്ട. അപ്പൊ ഞാൻ എന്റെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ആ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾക്കും ചെയ്യാം. മാക്സിമം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പ് ലോസ് 6 പോയിന്റ് ആണ്, അല്ലെ 10 പോയിന്റ് ആണ്. അത് പ്രീ പ്ലാൻഡ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക, സിസ്റ്റത്തിൽ വെച്ചേക്കുക. അതല്ലാതെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ ഓപ്ഷൻസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണത്. ഇതിനകത്ത് തന്നെ ഒരു മൊമെന്റം അല്ലെങ്കിൽ വോളറ്റിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ആയിരിക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കും, ഒരിക്കലും സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറാന്നൊക്കെ വിചാരിക്കും. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നിങ്ങളൊന്ന് ചിന്തിക്കുക. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മ ഒരു 10,000 ലോസ് കൊടുക്കാന്ന് വിചാരിക്കുമ്പോൾ അവിടെ 15,000, 20,000, ചിലപ്പോൾ 50,000 വരെയൊക്കെ ലോസ് പോണ പല സാഹചര്യവും നിങ്ങൾ കണ്ടിട്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തുടക്കം മുതലേ സ്റ്റാർട്ട് ചെയ്യണേണ്. ലോങ് റണ്ണിലോട്ട് നിങ്ങൾക്ക് അത് ഗുണമേ ചെയ്യുള്ളൂ. അതല്ലാതെ നിങ്ങൾ തുടക്കത്തിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നും പറഞ്ഞ് സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ടൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ചു കാലം മാത്രം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഓഫ് കോഴ്സ് നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും. അതുകൊണ്ട് ഓൾവേസ് എപ്പോഴും പുട്ട് യുവർ സ്റ്റോപ്പ് ലോസ് ഇൻ യുവർ ട്രേഡിംഗ് ടെർമിനൽ. നെക്സ്റ്റ് ഒരു ചോദ്യമാണ് പല ആൾക്കാർക്കും. കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ വർക്ക് ചെയ്യണ ഒരാളാണല്ലോ. വർക്ക് ചെയ്യണ ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെങ്ങനെ മാനേജ് ചെയ്യണം, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ടൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്രഷർ കാരണം ചിലപ്പോൾ ചാർട്ട് നോക്കാൻ പറ്റാതെ വരികയും ആ ഒരു സാഹചര്യത്തിൽ വലിയ ലോസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ട്രേഡ് എടുത്ത ശേഷം സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടേതായ പണിയിലോട്ട് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല ലോസുകൾ വരും. അതല്ല, നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യണത് സ്റ്റോപ്പ് ലോസുകളാണ്. അത് വന്ന് എന്നും പറഞ്ഞ് ഒരു കാരണവശാലും ഇടാതിരിക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിനോട് ചെയ്യണ ഏറ്റവും വലിയ ഒരു അപരാധമാണ്. അത് ചെയ്യാതിരിക്കുക. അങ്ങനെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണേണ്. ഓഫ് കോഴ്സ് നമുക്ക് നല്ല രീതിയിൽ ഇൻഡെക്സ് ഓപ്ഷൻ ബൈങ്ങിൽ കൂടെ തന്നെ നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആരെന്തൊക്കെ പറഞ്ഞാലും ഇത് വലിയ ലോസ് ആണ്, ഇത് നഷ്ടമേ വരുള്ളൂ എന്ന് ആരെന്തൊക്കെ പറഞ്ഞാലും പ്രോപ്പറായിട്ട് നല്ലൊരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാ, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ഉണ്ടാ, പ്രോപ്പറായിട്ടൊരു പൊസിഷൻ സൈസിങ് ഉണ്ടാ, തീർച്ചയായും നമുക്ക് വിജയിക്കാനുള്ള സാധ്യത നല്ല രീതിയിൽ ഇൻഡെക്സ് ഓപ്ഷൻ ബൈങ്ങിൽ ഉണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, അപ്പൊ സെബിന്റെ ഒരു കണക്ക് പ്രകാരം, റെഗുലേറ്ററിന്റെ കണക്ക് പ്രകാരം ഇൻഡെക്സ് ഓപ്ഷൻ ബൈങ് അല്ലെങ്കിൽ FNO സെഗ്മെന്റിൽ ഏകദേശം 91% അല്ലെങ്കിൽ 93% ആൾക്കാരും ലോസിലാണല്ലോ എന്ന് ഓർക്കും. ശരിയാണ്, ലോസിലാണ്. ആ ലോസ് വരാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ടൊരു പൊസിഷൻ സൈസിങ് അല്ല, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ഇല്ല, പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് ഇല്ല. അത്ര ആൾക്കാർ സ്വാഭാവികമായിട്ടും ആ ഒരു 91% വ്യക്തികളാണ്. അതല്ലാതെ ഇപ്പുറത്തെ സൈഡിൽ ഏകദേശം 5% അല്ലെങ്കിൽ 7% ആൾക്കാർ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് പോണ ആൾക്കാരാണ്. അവർ പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസിങ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസിങ് ചെയ്യാറില്ല, അതുകൊണ്ട് ലോസ് വരുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത ഒരാളാണിക്കും ഒരു ദിവസം, ആ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു നല്ല പ്രോഫിറ്റ് എടുത്തു കഴിയുമ്പോൾ പിറ്റേ ദിവസം തുടങ്ങി ഒരു ലോട്ട് എന്നുള്ള 10 ലോട്ടും 20 ലോട്ടും
20, 30, 40 ലോട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സൈക്കോളജി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇത് സിമ്പിൾ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പല ആൾക്കാർ പറയുമെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ പൊസിഷൻ സൈസിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ഉള്ളൂ അത് സിമ്പിൾ ആവുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ മാത്രം മതി, പക്ഷെ പൊസിഷൻ സൈസിങ് കറക്റ്റ് അല്ല, പ്രോപ്പർ ആയിട്ട് റിസ്ക് റിവാർഡ് ഇല്ല, പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ഇല്ല, പ്രോപ്പർ ആയിട്ട് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യാറില്ല. നിങ്ങൾ ഈ ഒരു മേഖലയോട്ട് കൊണ്ടുവരുന്ന ക്യാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടം മേടിച്ചുകൊണ്ടുവരുന്ന ക്യാഷാണ്, അതല്ലെങ്കിൽ വീട്ടിലെ അത്യാവശ്യത്തിന് ഒരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി വെച്ചേക്കുന്ന ക്യാഷാണ്, അതല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ബാങ്ക് ലോൺ എടുത്തു വന്ന് നിങ്ങൾ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വിജയിക്കില്ല, ഒരു സംശയവും വേണ്ട. ഈ ഒരു മേഖലയോട്ട് കൊണ്ടുവരുന്ന ക്യാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാധിക്കാത്തൊരു എമൗണ്ട് ആയിരിക്കണം. അത് എത്രയെന്ന് ഞാൻ പറഞ്ഞു, ചില ആൾക്കാർക്ക് 5000 രൂപ ആയിരിക്കാം, ചില ആൾക്കാർക്ക് 50,000 രൂപ ആയിരിക്കാം. കാരണം ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി ഒരു ലോട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി വെറും 5000 രൂപ മതി, ധാരാളം. അത് ധാരാളം. വെറും 5000 രൂപ ഉണ്ടെങ്കിൽ ഒരു ലോട്ടിൽ അതിന്റെ താഴെയും കിട്ടും. എക്സ്പയറി ഡേയിലൊക്കെ 2000 രൂപക്കും 3000 രൂപക്കും ഈവൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 5 രൂപക്കും 10 രൂപക്കും വരെ ഓപ്ഷൻ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 രൂപക്ക് വരെ ഓപ്ഷൻ ട്രേഡ് ചെയ്യാറുണ്ട് എക്സ്പയറി ഡേയ്സിൽ. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ വെറും 75 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ലോട്ട് ബൈ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഓപ്ഷൻസിന്റെ കാര്യം. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ പോയി 5 ലോട്ടിലോട്ടും 10 ലോട്ടിലോട്ടൊക്കെ മാറുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലോസിലോട്ട് പോകാനുള്ള വളരെ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് 1 മന്ത് നിങ്ങളുടെ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നെങ്കിൽ മാത്രം 2 ലോട്ടിലോട്ട് മാറുക. പിന്നെ 2 ലോട്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് ആ ഒരു മന്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റണ്ട 3 ലോട്ടോ 4 ലോട്ടോ മാറുക. അതല്ലാതെ ഒറ്റയടിക്ക് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത ഒരാള് ഒറ്റയടിക്ക് കുറച്ച് ക്യാഷ് ഒന്നും പറഞ്ഞ് 10 ലോട്ടിലും 20 ലോട്ടിലും ഒക്കെ ട്രേഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വന്നത്. അങ്ങനെ ട്രേഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വലിയ ലോസ് മേക്കിംഗ് ഏരിയയിലോട്ട് പോകും. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഓപ്ഷൻ ബൈങ്ങിലൂടെ നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇത്തരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡും പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റും പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രം ഓപ്ഷൻ ബൈങ്ങിന് ഇറങ്ങുക. കേട്ടിട്ടോ അല്ലെങ്കിൽ OA അനാലിസിസ് നടത്തിയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോണത്, അല്ലെങ്കിൽ നാളെ ഇപ്പൊ അമേരിക്ക ഇന്ത്യക്കെതിരെ 50% ചുങ്കം ചുമത്തി താരിഫ് വന്ന് അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യാൻ പോണത്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ നമുക്ക് സമീപിക്കാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഓരോരോ കാര്യങ്ങൾ ഡെയിലി മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും. അത് വെച്ച് അല്ലെങ്കിൽ ന്യൂസ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരിക്കലും മാർക്കറ്റിന് സാധിക്കില്ല. മാർക്കറ്റ് എപ്പോഴും റെസ്പെക്ട് ചെയ്യണത് അന്ന് ജനറേറ്റ് ചെയ്യണ ക്യാൻഡിലുകളാണ്. ആ ഒരു ക്യാൻഡിലുകളെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഒരു പൊസിഷൻ സൈസിങ് ക്രിയേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു ക്യാൻഡിൽ റീഡിങ്ങുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നമ്മുടെ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞേക്കാം, ഓപ്ഷൻ ബൈയിങ് നിങ്ങൾ ബാക്കി അല്ലെ പല ആൾക്കാരും പറഞ്ഞ പോലെ ഒരു ബാലി കയറാ മലയൊന്നും അല്ല. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ.